മധുരയിലേക്ക് തിരിച്ച ഡാൻസ് ഓഫ് ടീമിന് ഒടുവിൽ പ്രതിയുടെ അടുത്തെത്താനായി. സൈബർ ടീം നൽകിയ ലൊക്കേഷൻ സ്കെച്ചിങ് അത്രയും ഷാർപ്പായിരുന്നു. എന്നാൽ പ്രതി കയ്യെത്തുന്ന ദൂരത്തായിട്ടും കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. റിപ്പോർട്ടിൽ ഇത് ഒരു വളരെ അങ്ങേയറ്റത്തെ പൈശാചികമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഒരു ഇരയോട് ഈ ബെഞ്ചമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അന്വേഷണം വളരെ നല്ല രീതിയിൽ പോവുകയും നല്ല രീതിയിൽ അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കാണാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഇര ആക്രമിക്കപ്പെട്ടത് 17-ാം തീയതിയാണ് ഈ കഴിഞ്ഞ. 19-ാം തീയതി തന്നെ പ്രതിയെ നമുക്ക് അവിടുന്ന് മധുരയിൽ നിന്ന് പിടിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിൽ തന്നെ ഈ പ്രതി വളരെ പ്രത്യേകിച്ച് നല്ല ഒരു എന്താ പറയുക വെച്ചാൽ ഒരു പ്രതിയുടെ രീതി, അയാളുടെ പാസ്റ്റ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അയാളൊരു കൊടും കുറ്റവാളിയായിട്ടാണ്. അയാൾ ചെയ്ത രീതി, കാരണം അതിന് തൊട്ട് മുമ്പിൽ, ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പിൽ അയാളൊരു 3 വീടുകളിൽ മോഷണ ശ്രമം നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അയാൾ കൈക്കലാക്കിയിട്ടുണ്ട്. കാരണം ഒരു തൊപ്പി, പിന്നെ കൂടാതെ ഒരു കുട, അവിടെ നിന്ന് മോഷ്ടിച്ച ആ ഒരു കുട ഉപയോഗിച്ചാണ് ഇയാൾ മുഖം മറച്ച് CCTVയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഇയാൾ ഈ പെൺകുട്ടിയെ ആക്രമിക്കപ്പെട്ട വീടിനുള്ളിലേക്ക് കയറിയത്. പിന്നെ അതിനുശേഷം സ്വാഭാവികമായിട്ടും ഈ വളരെയധികം ഒരു ഫോഴ്സ് ഇതിനകത്ത് ഉപയോഗിച്ചതായിട്ടാണ് കേസിൽ ഇതുവരെ പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് മനസ്സിലാക്കുന്നത്. കൊലപാതകം, അതായത് കൊല്ലുമെന്ന് തന്നെ, കൊല ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കഴുത്ത് ഞെരിക്കുകയും ചെയ്ത് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആ പരിക്കേൽപ്പിച്ച് പിന്നെ കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ റേപ്പ് നടന്നതായിട്ടാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മോഷണമായിരുന്നു ബെഞ്ചമിന്റെ ലക്ഷ്യം. 3 വീടുകളിൽ കയറി മോഷണം നടത്തിയ ശേഷമാണ് ഹോസ്റ്റൽ മുറിയിലെത്തിയത്. അവിടെ ചില സാധനങ്ങൾ ലക്ഷ്യം വെക്കുന്നതിനിടെ ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയിൽ കണ്ണുടക്കി. റോഡരികിൽ കിടന്നുറങ്ങുന്ന പാവപ്പെട്ട യാചക സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നത് ശീലമാക്കിയ സൈക്കോയാണ് ബെഞ്ചമിൻ എന്നതാണ് പോലീസിന്റെ ഒരു കണ്ടെത്തൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ക്രൂരമായിട്ടുള്ള ഒരു ബലാത്സംഗ കുറ്റമാണ് പ്രതി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ഈ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടിച്ചതുകൊണ്ട് പല തെളിവുകളും നമുക്ക് ഇതിനകത്ത് തെളിയിക്കാൻ കഴിയുന്ന തരത്തിൽ പ്രോസിക്യൂഷന് കിട്ടും. പ്രത്യേകിച്ച് ഉടനെ തന്നെ പോലീസ് കൃത്യമായിട്ടും ഈ ഇരയെ ഡോക്ടറെടുത്ത് അയച്ച് പിന്നെ പരിശോധന നടത്തിപ്പിച്ചിട്ടുണ്ട്. ആ പരിശോധനയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ തെളിവുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഈ പ്രതിയുടെ ശരീരത്തിലും അതിൻ്റേതായിട്ടുള്ള കുറേ ഈ അവിടുന്ന് ചെറുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പരിക്കുകളുണ്ടാവും. അതുമൊക്കെ പ്രതിയെ എത്രയും വേഗം ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി കഴിയുമ്പോഴത്തേക്ക് അതും കിട്ടും. അപ്പോൾ ഇങ്ങനെയെല്ലാം പിന്നെ കളക്ട് ചെയ്യുന്ന എവിഡൻസ്, പ്രത്യേകിച്ച് പിന്നെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ ഉദ്യോഗസ്ഥന്മാർ കൃത്യസ്ഥലം പരിശോധിച്ചിട്ട് അതിനകത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന കുറേ എവിഡൻസുകളുണ്ടാവും. അത് തന്നെ പ്രതിയെ കണക്ട് ചെയ്യാനായിട്ട് കിട്ടുന്ന ചില ധാരാളം എവിഡൻസുകൾ കിട്ടിയേക്കും. അപ്പോൾ അങ്ങനെയുള്ള തെളിവുകളെല്ലാം പിന്നെ CCTV ദൃശ്യങ്ങളും ഇതിനകത്ത് വളരെയധികം നിർണായകമാവും. ഒരു സ്ഥിരം കുറ്റവാളിയാണ് പ്രതിയായ ബെഞ്ചമിൻ. ഇയാൾക്കെതിരെ തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ കൃത്യമായ തെളിവുകളും പൂർണ്ണ വിവരങ്ങളും ഫയലിൽ ശേഖരിക്കും. ഹാബിച്വൽ ഒഫൻഡർ ഗണത്തിലേക്ക് ബെഞ്ചമിനെ എത്തിക്കുക എന്നതാണ് പോലീസ് നീക്കം. അത് സ്ഥാപിക്കാനായാൽ കേസിലും ശിക്ഷയിലും അത് പ്രതിഫലിക്കും. അപ്പോൾ ഇത് കോടതിയിൽ എത്തുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന തെളിവുകൾ, അതായത് CCTV, ഇപ്പോൾ ഇലക്ട്രോണിക് എവിഡൻസ്, നമുക്ക് ഡിജിറ്റൽ എവിഡൻസ് വളരെ നിർണായകമാണ്. അപ്പോൾ ആ ഡിജിറ്റൽ എവിഡൻസ്, പിന്നെ ഈ പ്രതിയുടെ തന്നെ പിന്നെ ഈ ചില ഇപ്പം മുടി, അതുപോലെ തന്നെ ഇപ്പോൾ വസ്ത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്രവം, ഇതെല്ലാം DNA പരിശോധനയും ബാക്കിയൊക്കെ എടുക്കുന്ന പിന്നെ മറ്റ് മെഡിക്കൽ എക്സാമിനേഷനിൽ നിന്നും, അതായത് ഇരയിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ, ഇതെല്ലാം പ്രതിയിലേക്ക് മാത്രം വിരൽ ചൂണ്ടുന്ന, കുറ്റകൃത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രതിയാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന തെളിവുകൾ കോടതിയിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതിക്ക് അർഹമായിട്ടുള്ള ശിക്ഷ കോടതിക്ക് വിധിക്കാൻ കഴിയും. വീടും പൂട്ടും തകർത്ത് കടന്നുകയറിയത്, മോഷണം നടത്തിയത്, ബലാത്സംഗം. കുറ്റപത്രത്തിൽ 1ഉം 3ഉമാകില്ല ചാർജുകൾ. പുറമേ ഹാബിച്വൽ ഒഫൻഡർ അഥവാ സ്ഥിരം കുറ്റവാളി എന്നതുകൂടി സ്ഥാപിക്കാനായാൽ ഇതൊരു അസാധാരണ കേസാകും. അത് ഇപ്പോൾ ഈ പുതിയ BNSൻ്റെ നിയമപ്രകാരം ജീവപര്യന്തം തടവ് തന്നെ ഈ പ്രതിക്ക് ലഭിക്കാവുന്ന
കുറ്റകൃത്യമായിട്ടാണ്. പിന്നെ കൂടാതെ ഈ ആക്രമണത്തിന് വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി ഈ ഇരയുടെ വീട്ടിലേക്ക് ട്രെസ്പാസ് ചെയ്ത് അകത്ത് കയറി ചെയ്തതിന് പ്രത്യേകം അതിനും 10 വർഷത്തിൽ കുറയാതെ ഉള്ളൊരു ചികിത്സ കിട്ടാവുന്നതാണ്. പിന്നെ ഭീഷണിപ്പെടുത്തിയതിന് കിട്ടാവുന്നതാണ്. പിന്നെ ഇപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബാക്കി കളക്ട് ചെയ്യുന്ന പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുന്ന മറ്റ് കുറ്റകൃത്യങ്ങൾ കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും കൂടെ പരിശോധിക്കുന്നുണ്ടല്ലോ. അതനുസരിച്ചിട്ട് ഈ മറ്റ് ശിക്ഷയും അല്ലെങ്കിൽ കുറ്റകൃത്യവും കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും പോലീസിൻ്റെ ചാർജ് വരിക. തീർച്ചയായിട്ടും 60 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ പോലീസ് അന്തിമ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിരിക്കണമെന്നാണ് നിയമം. ബെഞ്ചമിന് വധശിക്ഷ വരെ വാങ്ങി നൽകാൻ കഴിയുന്ന പരമാവധി തെളിവുകൾ കഴക്കൂട്ടം കേസിൽ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കൃത്യം നടന്നുവെന്നുറപ്പിക്കാൻ പ്രതിയുടെ വസ്ത്രത്തിലെ സാമ്പിളുകൾ നിർണായകമാകും. പ്രതിയെ പെൺകുട്ടി തിരിച്ചറിഞ്ഞത്, ഹോസ്റ്റലിലേക്ക് ബെഞ്ചമിൻ നടന്നെടുക്കുന്ന CCTV ദൃശ്യങ്ങൾ, അതിനൊക്കെ അപ്പുറം ബെഞ്ചമിൻ ഒരു ഹാബിച്വൽ ഒഫൻഡറാണെന്ന് തമിഴ്നാട്ടിലെ കേസുകളിൽ നിന്ന് ഉറപ്പിക്കാൻ കഴിയും. ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ബെഞ്ചമിനെ ഭയക്കേണ്ടാത്ത തരത്തിൽ ഇയാളെ തുറങ്കിലടയ്ക്കാൻ കഴിയുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.